കുഞ്ഞേ എല്ലാവരും ജൂലിക്കുട്ടിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിണ്ടൻകുഞ്ഞിക്ക് അറിയണ്ടേ ജൂലിക്കുട്ടിയുടെ കാര്യം? ജൂലിക്കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഇന്നലെ തിരുവനന്തപുരത്തേക്ക് പോയി കേട്ടോ. അവളെ ഒരു ഷെൽട്ടറിലേക്കാണ് കൊണ്ടുപോകുന്നത്, സജിത്ര മാഡത്തിൻ്റെ ഷെൽട്ടറിലേക്കാണ്. അപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ഷെൽട്ടറാണോ എന്ന്. ഒരിക്കലും അല്ല കേട്ടോ, നല്ല ഷെൽട്ടറിലേക്ക് തന്നെയാണ് അവളെ കൊണ്ടുപോകുന്നത്. അവൾ എന്താ പറയുക, ഒരാഴ്ച കൂടുതൽ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു. ഡോക്ടർ സൂയിലാണ് കിടന്നത്. പൊന്നുരുന്തിയിലുള്ള, എറണാകുളം ജില്ല പൊന്നുരുന്തിയിലുള്ള സ്ഥലത്താണ്, വൈക്കയ്ക്കടുത്ത്. അവിടെയാണ്, ആ ഹോസ്പിറ്റലിലാണ് അവൾ കിടന്നത് കേട്ടോ. അങ്ങനെ അവൾ ഏകദേശം ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് ഫുഡ് കഴിക്കും. മുറിവെല്ലാം ഉണങ്ങി. അവൾക്ക് വണ്ടി തന്നെ തട്ടിയതാണെന്നാണ് ഡോക്ടർമാർ പറയണത്, ബാക്കിലായിട്ട്. പക്ഷേ മുറിവുകൾ അങ്ങനെ, എല്ലിന് ഒടിവുകൾ അങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് ഞരമ്പിന് വല്ലതും പറ്റിയതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവളുടെ കാലം അങ്ങനെ അയക്കണത്. ഫിസിയോതെറാപ്പി ചെയ്താൽ ശരിയാവുമെന്നാണ് ഡോക്ടർമാർ പറയണത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം അതൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ ചിണ്ടൻകുട്ടിയും കൂടി അറിയാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. നമ്മുടെ ജൂലിക്കുട്ടി സുരക്ഷിതയായിട്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. നെടുമങ്ങാടാണ് കേട്ടോ ആ ഷെൽട്ടർ, സജിത്ര മാഡത്തിൻ്റെ. പിന്നീട് അവിടെ നിന്നിട്ട് വേണമെങ്കിൽ ആർക്കെങ്കിലും അവളെ അഡോപ്ഷൻ ചെയ്യണമെങ്കിൽ കൊടുക്കും, നന്നായിട്ടൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതാണ് ജൂലിക്കുട്ടിയുടെ കാര്യങ്ങൾ. ഇപ്പോൾ നല്ല സമാധാനമുണ്ട്, അവൾ നല്ല സ്ഥലത്തേക്ക് എത്തിയല്ലോ. എന്താ പറയുക, നമ്മൾ വിധിയെ നേരിട്ടല്ലേ പറ്റുള്ളൂ. ഓടി നടന്നു, ദുഃഖമാണെന്നൊക്കെ എല്ലാവരും പറയും, എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇത്രയെങ്കിലും അവൾ എത്തിയില്ലേ. അവൾ റോഡിൽ കിടന്ന് അങ്ങനെ അപകടത്തിൽ അങ്ങനെ പഴുത്ത് കിടക്കേണ്ട അവസ്ഥയൊന്നും വന്നില്ലല്ലോ. രക്ഷിക്കാൻ എനിക്കും ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സജിത്ര മാഡത്തിനും ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാർക്കും, അവളെ സഹായിച്ച ബാക്കി എല്ലാവർക്കും, പേര് പറയാൻ ആഗ്രഹിക്കാത്ത എല്ലാവർക്കും വേണ്ടി എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് കേട്ടോ.